അല്ല മച്ചന്മാരെ എന്തെല്ലാം സുഖം എല്ലാവർക്കും. പിന്നെ ഞാനിന്ന് റഷ് ഗെയിം കളിക്കാൻ തീരുമാനിച്ചു. അതായത് പേടിച്ചിട്ടുള്ള പരിപാടി ഒഴിവാക്കിയിട്ട് അറ്റാക്ക് ചെയ്യാം. അങ്ങ് ഇറങ്ങി അടിയോടടി പൊരിഞ്ഞടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചെന്ന് വെച്ചാലേ ഭയങ്കര ലാഗ് അടിക്കുന്നു. അതായത് ഈ എനിമീസ് അടുത്ത് വരുമ്പോൾ നമ്മുടെ സ്ക്രീൻ ഇങ്ങനെ ജെർക്ക് ചെയ്യാണ്, ഇങ്ങനെ പെട്ടപ്പെട്ടാന്ന് പെട്ടക്കാണ്. നോക്കി നിങ്ങളിപ്പോൾ ഒന്നും ഞാൻ കാണുന്നില്ല, ലാൻഡ് ചെയ്യുമ്പോൾ ഒരു സംഭവം കാണുന്നില്ല, ഓൺലി പാരച്യൂട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പം പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ വന്നു, ബിൽഡിംഗ് എല്ലാം വന്നു. അപ്പോഴത്തേക്ക് എൻ്റെ സ്ക്രീൻ കിടന്നിട്ട് ഇങ്ങനെ പെട്ടക്കാട്ടോ, ആരെന്നെ അടിക്കുന്നുണ്ട്, സ്റ്റക്കായി പോയാണ്, മുന്നോട്ട് നിൽക്കാൻ പറ്റുന്നു. പക്ഷേ വായ കൊണ്ട് മറ്റേ എനിമി പൊസിഷൻ ഇല്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് അടിക്കാൻ പറ്റിയ, പക്ഷേ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. ഫോൺ ഇങ്ങനെ 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 ജെർക്കിയാണ്, പെട്ട എന്തൊരു ലാഗാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ലാഗ് വരുത്തുണ്ടോ? അങ്ങനെല്ലാം കൂടി ചാടിക്കൂടി വീട്ടിൻ്റെ ഉള്ളിൽ കയറി എണ്ണെടുക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് എണ്ണെടുക്കാനുള്ള ടൈം വന്നില്ല അപ്പോഴത്തേക്കന്നെ. അപ്പോൾ ഈ വോയിസ് ഓവർ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പേടിച്ചിട്ട് നമ്മൾ ഇടിക്കുമല്ലോ. ഇപ്പോൾ ഒരു എനിമി വരികയാണെങ്കിൽ നമ്മൾ എന്താക്കൂല, അറ്റാക്ക് ചെയ്യാതെ പിന്നെ ബാക്കോട്ട് ക്യാമ്പിങ്ങിലേക്ക് മാറും. ഇത് നോക്കി നിങ്ങൾ ഫുള്ള് തീരെ ഒരു ക്ലിയർ ആകുന്നില്ല, ഭയങ്കര ലാഗ് അടിക്കുകയാണ്. ഉണ്ടാവും ഫുള്ളൊന്നുമില്ല. ഇപ്പോൾ ഒക്കെ ഒന്ന് താഴെ ഇറങ്ങിയ ശേഷമാണ് ഒന്ന് ക്ലിയർ ആയി വരുന്നത്. അവർ ലാഗ് എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ അതിനകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന കാര്യം എന്താ, ഞാനിപ്പോൾ ഇതൊരു ഡി പി കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു എനിമി വരുന്നുണ്ട്, ഒരു മമ്മി സൂട്ടുള്ള എനിമി വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ടീംമേറ്റ്സിനെ അടിച്ചപ്പോൾ ഞാൻ തിരിച്ച് ഫയർ ചെയ്തു. പക്ഷേ എനിക്കത് സ്കോപ്പ് ഓണാക്കാനോ ഒന്നും പറ്റുന്നില്ല. പെട്ടെന്ന് സ്കോപ്പ് ഓണായിട്ട് നമുക്ക് ഫൈറ്റ് എടുക്കാൻ പറ്റാത്ത കോലത്തിലുള്ള ലാഗ് വരുന്നുണ്ട്. എനിക്കിപ്പോൾ ഒരു ഒരാഴ്ചയായിട്ട് കളിക്കാൻ പറ്റില്ല. ഓണാക്കുന്നുണ്ട് ഞാൻ, പക്ഷേ ഓണാകുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മളെ എനിമീനെ തീർത്താണ്. ഓക്കെ, ഇതേപോലെ ഞാൻ പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചാൽ അറ്റാക്ക് ചെയ്യുന്ന സംഭവം, പേടിച്ചിരിക്കാതെ അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിലൊരു എനിമി എന്നെ ഫയർ ചെയ്യുന്നുണ്ട്. അവൻ അടിച്ചിട്ട് എൻ്റെ ഹെൽത്ത് ഏകദേശം പകുതിൻ്റെ താഴെ ആക്കി എടുക്കണ്ടേ. അപ്പോൾ അവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവന് അറ്റാക്ക് ചെയ്യാതെ അവൻ ക്യാമ്പ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എനിമി അത്യാവശ്യം നമുക്ക് ഡാമേജ് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യണം, ശരിക്കും നമ്മൾ ഇറങ്ങി അടിക്കണം. അപ്പോൾ അത് നമ്മൾ അഥവാ നമുക്കത് ബീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് കളിക്കാന്നുള്ള ധൈര്യത്തിൽ എന്ത് ചെയ്യണം. ഞാൻ ഇപ്പോൾ ശരിക്കും എനിമിനെ കാണുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ ഇതാ ഇപ്പോൾ ഇങ്ങനെ കണ്ണും പൂട്ടി ഇങ്ങനെ ഓടുകയാണ്, പാട്ടും പാടി ഓടുമ്പോഴാണ് ഈ സമയത്ത് അവൻ ചാടി ഇറങ്ങി വന്ന് എന്നെ ഫൈറ്റ് എടുക്കുകയാണെങ്കിൽ എന്തായാലും ഞാൻ ഡെഡായനെ. പക്ഷെ അവൻ എന്ത് ചെയ്തില്ല, അവന് ഒരു വലിയൊരു പ്രോ പ്ലെയറല്ലായിരിക്കാം, അതുകൊണ്ട് തന്നെ മുപ്പം എന്താക്കി നൈസായിട്ട് ക്യാമ്പ് ചെയ്തിട്ട് അടിക്കുക എന്നുള്ള ധാരണയിൽ അവിടെ കുത്തിയിരുന്നു. അപ്പോൾ ആ ഒരു ധൈര്യം എനിക്കും കിട്ടി. പിന്നെ ലാഗ് കൊണ്ടാണ് ഞാൻ പോകുന്നത് എന്നുള്ള പേടിയുണ്ട്. എന്നാലും നമ്മൾ തീരുമാനിച്ച റഷ് ഗെയിം കളിക്കുക എന്നുള്ളൊരു ധാരണയിലായതുകൊണ്ട് ഞാനങ്ങനെ കയറി. ഞാൻ കയറുമ്പോൾ പിറകെ ശ്രദ്ധിച്ചില്ല, ജസ്റ്റ് നോക്കിയപ്പോൾ അവിടെ കാലി കണ്ട് പിറകെ തന്നെ സുഖമായിട്ടാണ് വീട്ടിലുള്ളതിനെ കൊണ്ട് ഈ ഒരു പ്രശ്നമുണ്ട്. അടിയൊന്നും കറക്റ്റ് കുടുങ്ങിയില്ല, ഇടയ്ക്കൊരു ഗ്രനേഡും. അപ്പോൾ ഇതേപോലെ സംഭവം കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാലും അടുത്ത ഇതിലും കാണുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു എനിമി, ഞങ്ങളെ ടീമേഴ്സ് പറഞ്ഞൊരു എനിമി അതിന് റിവെഞ്ച് എടുക്കാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും നമുക്കൊന്ന് കണ്ടോക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത শান্তি পেত না। আউট হলাম সে, আমি কিন্তু 1 HP। কোন দিন এমসি এই আমার সামনে নেই। গুড Awesome. মারো মারো মারে দিছে ভাই। আমার উপরে 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 মার। নাইস নাইস, রিভাইভ রিভাইভ রিভাইভ। അവനൊക്കെ സുഖമായിട്ട് അടിക്കാൻ പറ്റും. എന്താ വെച്ചാൽ അവൻ്റെ അടുത്ത് ഈ വെസ്റ്റും കാര്യങ്ങളൊക്കെ ലെവൽ 1ഉം
കാര്യമൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് എനിക്ക് വലിയൊരു മെനക്കേടില്ലാണ്ട് അവനെ ഫിനിഷ് ചെയ്യാൻ പറ്റി. കുറച്ച് മുന്നോട്ടേക്ക് കഴിഞ്ഞാൽ ഇതേ ഒരു സംഭവം വേർന്ന് വരുന്നുണ്ട്. എന്നെ അടിച്ചിട്ട് എൻ്റെ ഹെൽത്ത് കുറഞ്ഞിട്ടും എനിമി എന്ത് ചെയ്തില്ല, എന്നെ അറ്റാക്ക് ചെയ്തില്ല, പുഷ് ചെയ്തില്ല. അവൻ പിന്നെ ക്യാമ്പിലേക്ക് പോയി സുഖമായിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടുനോക്കി. ഇത് പഠിച്ചെന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ്. നമ്മൾ പേടിച്ചിട്ടിരിക്കാതെ അറ്റാക്ക് ചെയ്യുക. നോക്കിയാൽ ഇതിപ്പോൾ കണ്ടില്ലെങ്കിൽ ഞാൻ കാണുമ്പോഴത്തേക്ക് തന്നെ മറ്റൊരു അടിച്ചിരിക്കും. 2 ആൾക്കാർ എൻ്റെ ടീമേറ്റ്സ് അടിച്ചു. ടീമിനെ കണ്ട് സ്കോപ്പൊക്കെ ഓണാക്കി വരുമ്പോഴത്തേക്ക് അത്രയ്ക്ക് ലാഗ് അടിക്കുന്നുണ്ട് എനിക്ക്, എന്താ അറിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ പേടിച്ചിരിക്കാതെ അറ്റാക്ക് ചെയ്യുക. അല്ലെങ്കിൽ അടുത്ത കളി കളിച്ചുകൊണ്ട് കളിച്ച് പ്രോയും ലെജൻഡും അതിൻ്റെ അപ്പുറത്തൊക്കെ ആവാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ സംഭവം ഏത് അറ്റാക്ക് ചെയ്യുക എന്നുള്ള കാര്യം മറക്കാതെ നിങ്ങൾ ചെയ്തുകൊണ്ടൊക്കെ പുഷ് ചെയ്യുക. മാക്സിമം ഓപ്പണിൽ പോവാതെ കവർ എടുത്തിട്ട് പുഷ് ചെയ്തിട്ട് കളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളി പ്ലെയർ ആകാൻ പറ്റും. ബാക്കി നിങ്ങൾ കണ്ടു നോക്കി ആ ഒരു എനിമീനെ എങ്ങനെ അടിക്കുന്നതെന്നുള്ളത്. Number 4 मारे थे जब Please recall me. Got it. कुछ से कम आती इवेंट है Typical of the device. हाँ Allah बारिश में माता दिखती शाला तुर कैसे जाते हो रे I'm recalling a teammate. तुर कैसे जाते हो हाँ Thanks. तुर तुर फुर Watch फुर out. करा डैमेज आ चली ठीक है कहते हैं मार्शल शाला मोशा I got supplies. संद बहुत लावाई चली 6 ऐसे 3 ऐसे आवार वैसे 6 लगभग 6 ना ना 6 बाहर के साथ से I got supplies. अच्छा अच्छा ऐसा ऐसा इवेंट Marked a location. सावधान पूरा स्क्वाड ഇവിടെ എൻ്റെ ലാഗ് കാരണം ഞാനൊന്ന് ക്യാമ്പ് ചെയ്ത് അടിക്കാമെന്ന് വെച്ചു, പക്ഷെ നടക്കണില്ല. അങ്ങനെ ഞാനൊരു മോളിട്ട് പിന്നെ എനിമി എവിടെയാണോ എന്നുള്ളത് കറക്റ്റ് സ്പോട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിമീനൊന്ന് കാണാൻ വേണ്ടി Help! Marked a location. അപ്പുറത്ത് എവിടുന്നോ നമ്മുടെ ടീമായിട്ടിന് പണി കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് പുഷ് ചെയ്യാൻ It's വിചാരിച്ചു, safe here. വലത്താട്ട് കയറി Save me. ഒന്ന് അറ്റാക്ക് ചെയ്യാൻ വിചാരിച്ചു. ആ ഓടാൻ ഉപയോഗിക്കുമ്പോഴത്തേക്ക് തന്നെ മറ്റേ എനിമി കണ്ട് ഫയർ ചെയ്തു. ഈ ഫയർ ചെയ്തിട്ട് എൻ്റെ ഹെൽത്ത് വല്ലാണ്ട് കുറയുന്നുണ്ട്. പക്ഷെ മുപ്പത് അന്നേരവും അറ്റാക്ക് ചെയ്യുന്നു, ക്യാമ്പ് ചെയ്തു. അപ്പോൾ അത് മുതലെടുത്തുകൊണ്ട് ഞാൻ അവനെ കയറി അറ്റാക്കും ചെയ്തു. എനിക്ക് ആ കില്ല് കിട്ടിയില്ല. ആ കില്ല് വേറെ ഏതോ ഒരു എനിമി Marked a location. കുമ്മനടിക്കുകയും ചെയ്തു, കള്ളപ്പന്നികൾ. അപ്പോൾ നമുക്കതൊന്ന് കണ്ടുനോക്കാം. ഞാനത് മോഡി ഇട്ടിട്ടില്ല, മറ്റേ ആ ഒരു നീല സംഭവം ഉണ്ടല്ലോ, അതായിട്ട് അങ്ങോട്ടേക്ക് കയറാൻ നോക്കി, നടക്കുന്നില്ല ലാഗ് കാരണം. അപ്പോൾ എനിമി എന്നെ കണ്ടു, എന്നെ ഫയർ ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ കവർ എടുത്തിട്ട് കയറാൻ നോക്കുകയാണ്, പക്ഷേ എന്നെ അവനെ അടിക്കുന്നുണ്ട്. ഭാഗ്യത്തിന് അവൻ്റെ ഉന്നം കറക്റ്റില്ല കൊണ്ട് ഞാൻ തിരിച്ച് ഫയർ ചെയ്തപ്പോൾ അവൻ്റെ പൊസിഷനിൽ മാറി കളഞ്ഞു. ഞാൻ എന്ത് ചെയ്ത് പെട്ടെന്ന് കവർ കയറിയിട്ട്
ഒന്ന് എൻ്റെ He ഹെൽത്തൊക്കെ said ഒന്ന് the ഫുള്ളാക്കി. enemies. പക്ഷെ ഭയങ്കര ലാഗ് കാരണം ടെൻഷൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ കെട്ടി കിടക്കണം. ഒരുപാട് മൊമെൻ്റ് എടുക്കുന്നുണ്ട്, പക്ഷെ എനിക്കത് കിട്ടുന്നില്ല. സ്റ്റക്കായി കളിക്കുക അങ്ങനെ എന്തൊക്കെയാ മറ്റേ സംഭവമില്ല. നീല സംഭവം എടുത്തിട്ട് ഞങ്ങൾ മോളിൽ കയറി അറ്റാക്കുകയും ചെയ്തു നോക്കുന്നു. പക്ഷെ അവർക്ക് ഗെയിം അങ്ങോട്ട് ക്ലിയർ ആണ്, ഭയങ്കര ഹാർഡ്. അങ്ങനെ നമ്മൾ തീരുമാനിച്ച പ്രകാരം അറ്റാക്ക് പുഷ് ചെയ്യാൻ എൻ്റെ സ്ക്രീൻ ഇങ്ങനെ ജെർക്ക് ചെയ്യുന്നുണ്ട്. വേറെ എനിമി അവിടെ ഓൻ്റെ കില്ലൊക്കെ പോകും. ഇവിടെ ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടില്ല. മിസ്റ്റേക്ക് ഇങ്ങനെ കാണാൻ പറ്റും, എനിമീൻ്റെ ബൈക്ക് എടുക്കുമ്പോൾ കാണാൻ Marked a പറ്റും. location. നേരെ മുന്നോട്ട് പോയിട്ട് ആ വീട്ടിൽ എനിമി ഉണ്ട് എനിക്ക് ഉറപ്പാണ്. അതായത് എൻ്റെ മുന്നിൽ കാണുന്ന വീട്ടിലെ എനിമി Watch out. വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറുന്നതിന് Watch പകരം out. Marked a താഴോട്ട് വഴി location. ആ വീട്ടിൻ്റെ ഡയറക്റ്റ് കയറാൻ പറ്റുമായിരുന്നു. Watch out. പക്ഷെ അതിന് പറഞ്ഞ താഴെ സ്റ്റെയർ വഴി കയറി അറ്റാക്കാന്ന് വിചാരിച്ചു. എൻ്റെ ലാഗും പിന്നെ ഞാൻ അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. ആ സ്റ്റെയർ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ എനിമി ഉണ്ട്, അത്ര അങ്ങോട്ട് ചിന്തിക്കാതെ കളിച്ചതിനെ കൊണ്ട് പണി പാളി. നമ്മളെ കുഴപ്പമില്ലാതിരിക്കാം. ടീംമേറ്റ്സ് ആണെങ്കിൽ വഴക്ക് കിട്ടിയനെ. ബാക്കി ഇവരെ കളി ഉണ്ടാക്കാൻ പോകും. He said the enemies. Marked a location. Okay. Thank you. No, suicide